നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണോ? ഓരോ ദിവസവും ഓരോ മസിൽ ഗ്രൂപ്പിന് മാത്രമാണോ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്? ഇതിനാണ് ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഏകദേശം ഇത്തരത്തിലായിരിക്കും. അതായത് മൺഡേ ചെസ്റ്റ്, ട്യൂസ്ഡേ ട്രൈസെപ്സ്, വെനസ്ഡേ ബാക്ക്, തേഴ്സ്ഡേ ബൈസെപ്സ്, ഫ്രൈഡേ ഷോൾഡേഴ്സ് ആൻഡ് സാറ്റർഡേ ലെഗ്സ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആക്ച്വലി നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഗോൾസിനനുസരിച്ചാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി, നിങ്ങളുടെ ജെനറ്റിക്സ്, നിങ്ങളുടെ ഏജ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരും. സോ നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ്സ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എൻജോയബിലിറ്റി കിട്ടുന്നതെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ്സിൽ നിന്ന് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ഡെഫിനറ്റായിട്ടും ഫീൽ ഫ്രീ ടു ഡു ഇറ്റ്. ബ്രോ സ്പ്ലിറ്റ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബ്രോ സ്പ്ലിറ്റ്സ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്നുള്ളതും, നിങ്ങളിപ്പോൾ ബ്രോ സ്പ്ലിറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ബ്രോ സ്പ്ലിറ്റ്സ് ഒരു പക്ഷേ സ്വിച്ച് ചെയ്യുന്നതായിരിക്കാം നല്ലത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റിലയബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ബ്രോ സ്പ്ലിറ്റ്സിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ വീഡിയോ ഞാൻ എൻ്റെ സ്വന്തം ടേക്കാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോ മോസ്റ്റ്ലി ആപ്ലിക്കബിൾ ആവുന്നത് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി യു ആർ നോട്ട് ഡൂയിങ് ബ്രോ സ്പ്ലിറ്റ്സ്. സോ ബ്രോ സ്പ്ലിറ്റ്സ് ഒരു പക്ഷേ ഒരു നല്ല ഓപ്ഷൻ അല്ലാത്തതിൻ്റെ ഫസ്റ്റ് റീസൺ സയൻസാണ്. സയൻസ് ഏകദേശം ഒരു 10 വർഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മസിൽ ഗ്രൂപ്പിനെ ഓപ്റ്റിമലായിട്ട് ട്രെയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ മസിൽ ഗ്രൂപ്പിനെ ഡെഫിനറ്റായിട്ടും ആഴ്ചയിൽ 1-ൽ കൂടുതൽ തവണ ട്രെയിൻ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഗോൾ മാക്സിമം മസിൽ ഗ്രോത്ത് ആണെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പിനെ മിനിമം 2 തവണയെങ്കിലും ട്രെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈസെപ്സിൻ്റെ ഗ്രോത്ത് മാക്സിമൈസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ബൈസെപ്സിൻ്റെ ഫ്രീക്വൻസി നിർബന്ധമായും കൂട്ടേണ്ടതാണ്. അതായത് തേഴ്സ്ഡേ മാത്രം ബൈസെപ്സ് എക്സസൈസ് ചെയ്താൽ പോരാ, വേറെ ഏതെങ്കിലും ഒരു ദിവസം കൂടെ ബൈസെപ്സിനെ ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. ബ്രോ സ്പ്ലിറ്റ്സിൽ ഇത് സാധ്യമല്ല. കാരണം നിങ്ങൾ ചെസ്റ്റിനെ മൺഡേ ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ച മുഴുവൻ കാത്തു നിന്ന് അടുത്ത മൺഡേ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചെസ്റ്റിനെ വീണ്ടും ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഒരു മസിൽ ഗ്രൂപ്പിനും റിക്കവർ ചെയ്യാൻ ഇത്ര ടൈം ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബൈസെപ്സ്, സൈഡ് ഡെൽസ്, റിയർ ഡെൽസ് ഇതൊന്നും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒപ്റ്റിമലായിട്ട് ഗ്രോ ചെയ്യില്ല. അതേപോലെ ക്യാബ്സ്, ഇത്രയും മസിൽസിനൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2-3 തവണ ഹിറ്റ് ചെയ്യേണ്ട മസിൽ ആഴ്ചയിൽ ഒരൊറ്റ തവണ നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് സയൻസ് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 കൊല്ലത്തേക്കാൾ മേലെയായി. ബട്ട് ഇപ്പോഴും മിക്ക ജിമ്മുകളിലും മിക്ക കോച്ചസും എല്ലാം ക്ലയൻസിനും ഡീഫോൾട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പ്രോഗ്രാം ബ്രോ സ്പ്ലിറ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി കുറവാണെങ്കിൽ, അതായത് നിങ്ങൾ ഒരു ഫാമിലി റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ഒരു ഹെവി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ജിമ്മിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ബ്രോ സ്പ്ലിറ്റ്സ് അപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല. ബിക്കോസ് നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി അവിടെ വളരെ കുറവാണ്. ബ്രോ സ്പ്ലിറ്റ്സ് അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ജിമ്മുകളിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന രീതി വെച്ചിട്ട് ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ചെയ്യേണ്ടി വരും. ബ്രോ സ്പ്ലിറ്റിൻ്റെ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മസിൽസിന് ഒട്ടും വോളിയം കിട്ടാത്തതാണ്. ഫോർ എക്സാമ്പിൾ, ഹാംസ്ട്രിങ്സ്, നമ്മുടെ ഗ്ലൂട്ട്സ്, കാവ്സ്, അതേപോലെ ട്രപ്പീസിയസ് മസിൽസ്, ലാറ്ററൽ ഡെൽറ്റ്സ്, റിയർ ഡെൽസ്, ഇത്രയും മസിൽസിന് മിക്ക ജിമ്മുകളിലും ട്രെയിൻ ചെയ്യുന്ന ബ്രോ സ്പ്ലിറ്റ്സിൻ്റെ ലെവൽ വെച്ചിട്ട് ആകെ ഒരൊറ്റ എക്സസൈസ് മാത്രമേ ഉള്ളൂ ഒരു വീക്കിൽ കിട്ടുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലെഗിന് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഹാംസ്ട്രിങ്ങിന് ഒരു ഹാംസ്ട്രിങ് കേളോ അല്ലെങ്കിൽ കാഫ് റൈസിന് ഒരൊറ്റ കാഫ് റൈസ് മാത്രമേ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾ ബൈസെപ്സിന് ആഴ്ചയിൽ ഒരൊറ്റ എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഗ്രോത്ത് ഉണ്ടാവുമോ? അതേപോലെ തന്നെ ഷോൾഡർ വർക്കൗട്ടിൻ്റെ എൻഡിൽ മാത്രം ഒരു ഷ്രഗ്, ഇതല്ലാതെ ട്രപ്പീസിയസ് മസിലിന് ഡയറക്റ്റായിട്ട് ഒരു എക്സസൈസ് പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ അപ്രൈറ്റ് റോ എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ലാറ്ററൽ ഡെൽറ്റോയിഡ്സിന് ലാറ്ററൽ റൈസ് എന്ന് പറയുന്ന എക്സസൈസ് അല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ റിയർ ഡെൽറ്റിൻ്റെ കാര്യം, ഒരു റിയർ ഡെൽറ്റ് ഫ്ലൈയോ ഫേസ് പുള്ളോ നമ്മൾ ഒരു ഷോൾഡർ വർക്കൗട്ടിൻ്റെ ലാസ്റ്റിൽ ചെയ്യുന്നു എന്നല്ലാണ്ട് വേറെ ഒരു എക്സസൈസും മോസ്റ്റ്ലി നമ്മൾ റിയർ ഡെൽറ്റ്സിന് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഡെഫിനറ്റായിട്ടും ഒരു ബാക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിയർ ഡെൽറ്റ്സും ഹിറ്റാവും. അങ്ങനെ മിക്ക മസിൽ ഗ്രൂപ്പ്സിനും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു മസിൽ ഗ്രൂപ്പിന് നമുക്ക് കിട്ടും. ബട്ട് നമ്മൾ മസിൽ ബിൽഡിംഗ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിന് എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം ട്രൈസെപ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറക്കാനല്ലേ ശ്രമിക്കാറ്, കൂട്ടാനല്ലല്ലോ. സോ അതൊരു നെഗറ്റീവ് തന്നെയാണ്. ലെഗ് ഡേയുടെ അവസാനം ഒരു കാഫ് എക്സസൈസ് മാത്രം വെക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്റ്റാൻഡിങ് കാഫ് റൈസോ അല്ലെങ്കിൽ ഒരു സീറ്റഡ് കാഫ് റൈസ് എന്നുള്ള ഒരൊറ്റ എക്സസൈസ് മാത്രമേ ഉള്ളൂ കാഫ്സിന് കിട്ടുന്നുള്ളൂ. സോ ചില മസിൽ ഗ്രൂപ്പ്സിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യും, ചില മസിൽ ഗ്രൂപ്പിനെ പാടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി മിക്ക ആളുകളും ലെഗ് വർക്കൗട്ടിൻ്റെ അന്ന് ഹാംസ്ട്രിങ് എക്സസൈസസ് വളരെ കുറവാണ് ചെയ്യുന്നത്. മിക്ക ആൾക്കാരും റൊമേനിയൻ ഡെഡ് ലിഫ്റ്റോ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റോ ഗുഡ് മോർണിംഗോ ഒന്നും ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ്സ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എല്ലാ ലെഗ് ഡേസിൻ്റെയും കൂടെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റോ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റോ ഗുഡ് മോർണിംഗോ കൂടെ ചേർക്കുക. അതേപോലെ തന്നെ 1-ൽ കൂടുതൽ കാഫ് എക്സസൈസസ് ചേർക്കുക. ലെഗ് ഡേയുടെ അവസാനം മാത്രം കാഫ്സ് ഇടുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ദിവസം കൂടെ കാഫ്സ് ഇടുക.
അതേപോലെ തന്നെ ഷ്രഗിങ് നമുക്ക് ലെഗ് ഡേസിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് മിക്ക ജിമ്മുകളിലും ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്തു വരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ചില മസിൽ ഗ്രൂപ്പ്സിന് വേണ്ടാത്ത എക്സസൈസസ് പോലും കിട്ടുന്നില്ല. ഇനി ബ്രോ സ്പ്ലിറ്റ്സിൻ്റെ നാലാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു മസിൽ ഗ്രൂപ്പിനെ ശരിക്കും ഫീൽ ചെയ്യുന്നുള്ളൂ, അപ്പോഴേ എനിക്ക് ശരിക്കും ഒരു പമ്പ് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ബിക്കോസ് ഞാൻ ബൈസെപ്സിന് കളിക്കുന്ന ദിവസം ഒരു ദിവസം തന്നെ 5 ഡിഫറെൻറ്റ് എക്സസൈസ് കളിക്കുകയാണ്. പുഷ് പുൾ ലെഗ്സിലോ അപ്പർ ബോഡി സ്പ്ലിറ്റിലോ ബൈസെപ്സിന് 1-2 എക്സസൈസേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും പമ്പ് തോന്നുന്നില്ല, എനിക്ക് ശരിക്കും എക്സസൈസ് ചെയ്തതുപോലെ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് എനിക്കറിയാവുന്ന ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ, ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യുന്ന സമയത്ത് മിക്ക ആളുകളും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ബൈസെപ്സിന് ഒരു ദിവസം 5 എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സസൈസ് നിങ്ങൾ 3 സെറ്റാണ് ചെയ്യുന്നതെങ്കിൽ 5x3 15 സെറ്റാണ് നിങ്ങൾ ഒരു ദിവസം ഒരു മസിൽ ഗ്രൂപ്പിന് മാത്രമാണ് ചെയ്യുന്നത്. ഇത് മിക്ക ആളുകൾക്കും ഒരുപാട് വോളിയമാണ്, അത് ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 സെറ്റ് ഒരാൾ ഫെയിലിയർ വരെ എല്ലാ 15 സെറ്റ്സിലും ട്രെയിൻ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല, ബട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഫെയിലിയറിൻ്റെ അടുത്തു കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഒരു മസിൽ ഗ്രൂപ്പിന് മാത്രം 15 to 20 സെറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇവിടെ മിക്ക ആളുകളും ഹാർഡ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരിക്കലും ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യുന്ന ഒരാൾ പോലും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്ന ഇന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജിമ്മിൽ ആ എഫേർട്ട് മിസ്സിംഗ് ആണ് ശരിക്ക്. നിങ്ങൾ പുഷ് പുൾ ലെഗ്സോ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റോ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു മസിൽ ഗ്രൂപ്പിന് 1-2 എക്സസൈസേ കിട്ടുള്ളൂ. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യണം. ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യുമ്പോൾ ഒരുപാട് സെറ്റുകൾ നിങ്ങൾ ചെയ്യാണ്. അവിടെ ചെയ്യുന്ന സെയിം ഉടായ്പ ഇവിടെ ലോവർ വോളിയം ഉണ്ടാകുന്ന സമയത്ത് കുറവ് സെറ്റ്സ് മാത്രം ചെയ്യുമ്പോൾ ചെയ്യരുത്. എനിക്ക് ബൈസെപ്സിന് ഒരൊറ്റ എക്സസൈസ് മാത്രം മതി. 4 സെറ്റ്സ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു എക്സസൈസ് ചെയ്യാൻ മിക്കവാറും ധൈര്യം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അടുത്തൊരു എക്സസൈസ് ചെയ്യാൻ മാത്രം ഞാൻ മെന്റലി ഫെറ്റീഗ്ഡ് ആയിരിക്കും. അപ്പോൾ അത്രയും ഫെറ്റീഗ് എൻ്റെ ബൈസെപ്സിൽ ഉണ്ടാവാറുണ്ട് സാധാരണ. നിങ്ങൾ ഐസൊലേഷൻ എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ വരെ അല്ലെങ്കിൽ ക്ലോസ് ടു ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നോർമലി നിങ്ങൾ പുഷ് പുൾ ലെഗ്സോ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസിൽസിനെ ട്രെയിൻ ചെയ്തു എന്ന് തോന്നാത്തത്. നേരെ മറിച്ച് ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സെറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് ആ മസിൽസിന് പമ്പ് ഫീൽ ചെയ്യാണ്. ആക്ച്വലി ഈ പറയുന്ന പമ്പ് പോലും സയൻറ്റിഫിക്കലി മസിൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ആ സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾക്ക് നല്ല പമ്പ് കിട്ടുന്നുണ്ടോ, അടുത്ത ദിവസം നല്ല മസിൽ സോർനെസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. നിങ്ങളുടെ ആ ടാർഗറ്റഡ് മസിൽ ഗ്രൂപ്പിന് നല്ല മെക്കാനിക്കൽ ടെൻഷൻ കിട്ടുന്നുണ്ടോ, നല്ല വർക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എഫേർട്ട് ഇടുന്നുണ്ടോ, ഫെയിലിയറിനെ ക്ലോസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കൂടുതൽ കാര്യം എന്നാണ് റിസർച്ച് പറയുന്നത്. ബട്ട് എനിവേ, നിങ്ങൾക്ക് ഇപ്പോഴും ബ്രോ സ്പ്ലിറ്റ്സ് ആണ് കൂടുതൽ എൻജോയബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ്സ് ചെയ്യാം. ബ്രോ സ്പ്ലിറ്റ്സ് ആർ പ്രീറ്റി ഗുഡ്. നിങ്ങൾക്ക് ബ്രോ സ്പ്ലിറ്റ്സിൽ നിന്ന് അത്യാവശ്യം മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാം. അതേപോലെ അർണോൾഡും റോണി കോൾമാനും ഒക്കെ ബ്രോ സ്പ്ലിറ്റ്സിൽ നിന്ന് തന്നെയാണ് മസിൽസ് ബിൽഡ് ചെയ്തത്. അവരൊന്നും നാച്ചുറൽ ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ നാച്ചുറൽ ആയിട്ടുള്ള പല ആളുകളും ബ്രോ സ്പ്ലിറ്റ്സിൽ നിന്ന് തന്നെ നല്ല മസിൽസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിവേ, മസിൽ ഗ്രോത്തിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ബ്രോ സ്പ്ലിറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ എല്ലാ ജിംസിലും എല്ലാവർക്കും സെയിം സ്പ്ലിറ്റ് കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്. ദാറ്റ്സ് ഓൾ ഐ ഗോട്ട് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഇനേബിൾ ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ഹാനി ഫ്രം ജെ ബോക്സ്. പീസ്.